വളച്ചു കിട്ടിയ ചെമ്പരത്തി കമാനം കടന്ന് വെയിലിൽ വിയർത്ത് ചെരുപ്പിടാതെ ഒരാൾ വരും. വെന്ത കാലടികൾ കുളത്തിലെന്നപ്പോൾ തളത്തിലെ തണുപ്പിൽ നനച്ച് ആട്ടിയാട്ടി ചാരടി തിണ്ണയിൽ അയാളിരിക്കും. നീലം മുക്കിയ മുണ്ടിന്റെ കോന്തല ബ്ലൗസിനുള്ളിൽ തിരുകി മൊന്തയിൽ കരിങ്ങാലിയുമായി അമ്മമ്മ വരും. അമ്മമ്മയ്ക്ക് എന്തിഷ്ടമാണ് അയാളെ. ഞാൻ അത്ഭുതപ്പെടും. അത്രയും പാലൊഴിച്ച ചായ അയാൾക്കേ കൊടുത്തിട്ടുള്ളൂ. എരിവുള്ള ആട്ടിറച്ചി കറിയിൽ പപ്പടം ചേർത്ത് പൊടിച്ചയാൾ ഉരുട്ടിക്കഴിക്കുമ്പോൾ അമ്മമ്മയുടെ മുഖം തെളിയും. അയാൾ ആരെന്നോ എന്തെന്നോ ഓർത്തതില്ല ഞാൻ. ഇടയ്ക്കെല്ലാം അമ്മമ്മ മൂക്ക് പിഴിയുകയും കണ്ണു തുടയ്ക്കുകയും ചെയ്യും. ക്രമേണ അവർ രണ്ടുപേരും എന്നെ മറന്നു തുടങ്ങും. ചൂടാറി തുടങ്ങിയ സൂര്യനെ തലയിലേറ്റി ഉറുമ്പുകൾ വരിവരിയായി പോണത് കാണാൻ പടിഞ്ഞാറേ മുറ്റത്തേക്ക് ഞാൻ ഓടും. എപ്പോഴാണ് അയാൾ പോകുക എന്ന് ഞാൻ അറിയുകയില്ല. അമ്മമ്മ മരിച്ചപ്പോൾ ചെമ്പരത്തി കമാനം കടന്ന് അയാൾ വരുന്നതും കാത്ത് പുറത്തേക്ക് നോക്കി കാൽ ചുവട്ടിൽ ഞാൻ ഇരുന്നു. അയാൾ വന്നില്ല. ശ്രാദ്ധത്തിൻ്റെ അന്ന് അമ്മമ്മയുടെ തലയാണിക്കടിയിൽ നിന്ന് കിട്ടിയ പിന്നിയ ഒരു ആൽബത്തിൽ അമ്മമ്മയ്ക്ക് മുമ്പേ മരിച്ചുപോയ ഒരാളായി നൊടിയിടയിൽ ഒന്ന് കണ്ടു. എന്നോട് ചിരിച്ചു.